സുധീഷാണെങ്കിൽ ഹരീഷിനെ നീതുവിനെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. ഹരീഷാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഹരീഷ് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാണ്. സുധീഷേട്ടാ, ഇവള് കാരണമാണ് സുഭാഷേട്ടനെ അന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. ആ കല്യാണം എങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നീതു പറയും അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. ഹരീഷ് ചോദിക്കും എന്ന് കരുതി നീ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നീതു പറയും എന്നെ എപ്പോഴും ഹരീഷ് സെൽഫിഷാണെന്ന് പറയും. ഹരീഷ് പറയും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? സുധീഷ് പറയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതും പറഞ്ഞിട്ട് വഴക്ക് കൂടാണ്ടല്ലോ. ഹരീഷിനോട് പറയടാ നിന്റെ കൈ ഇങ്ങ് തന്നെ. നീതുവിനോട് പറയും നിന്റെ കൈയും. എന്നിട്ട് അവരുടെ കൈ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ആ സമയത്ത് സുധീഷിനൊരു കോള് വരികയാണ്. സുധീഷ് പറയും എടാ എനിക്കൊരു ഓട്ടോ വന്നിട്ടുണ്ട്, ഞാൻ പോവാം. സുധീഷ് ആദ്യം ആ കോൾ എടുക്കില്ല. കുറച്ച് കഴിയുമ്പോൾ സുധീഷ് പറയും ഇവളിപ്പോൾ എന്തിനാ പിന്നെയും വിളിക്കുന്നത്? കോൾ എടുത്തിട്ട് ഗായു എന്താണ്? ഗായത്രി പറയും ഒന്ന് കാണണ്ടായിരുന്നു, എന്താ ചെയ്യുക? സുധീഷ് പറയും കാണാം, എന്നാൽ ഞാൻ ലൊക്കേഷൻ അയക്കാം, വരണേ. ഗായത്രിയും സുധീഷും തമ്മിൽ കാണുകയാണ്. സുധീഷിനാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര മടി. ഗായത്രി വയ്ക്കും എന്താ നേരിട്ട് കാണുമ്പോൾ ഒന്നും സംസാരിക്കാത്തത്? സുധീഷ് പറയും എനിക്ക് ഈ പെൺകുട്ടികളോട് സംസാരിച്ചേ അങ്ങനെ പരിചയമൊന്നുമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, വീട്ടിൽ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, സുധീഷ് വരില്ലേ? സുധീഷ് ഗായത്രിയോട് വരാമെന്ന് സമ്മതിക്കുകയാണ്. വീട്ടിൽ സുധീഷും നികേഷും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നിധി അങ്ങോട്ട് വന്ന് ഇത് കാണുമ്പോൾ അവരോട് ചോദിക്കും ഈ വെള്ളം തുറന്നു വെച്ചത് കണ്ടില്ലേ, കുടിക്കാനുള്ള വെള്ളമല്ലേ, അതിലെന്തെങ്കിലും വീഴില്ലേ? നികേഷ് പറയും സോറി എടുത്തി, ഞാൻ ശ്രദ്ധിച്ചില്ല. സുധീഷ് പറയും പ്രാണികൾക്കും വെള്ളം കുടിക്കണ്ടേ, അത് കരുതി വെച്ചതാ. നിധിക്ക് കോഫി വല്ലതും വേണോ? നിധി ചോദിക്കും എന്തേ പറഞ്ഞാൽ ഉണ്ടാക്കി തരുമോ? ഇല്ല, നിധി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് എനിക്കും കൂടി എടുക്കണമെന്ന് പറയാനാ, എന്നെ ശ്രദ്ധിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നിധിയുടെ മുഖം ഒന്ന് മാറും. നിധി പറയും പിന്നെ ഇന്ന് ഓഫീസിലെ ഒരു കാര്യമുണ്ടായി, എൻ്റെ ബോസ് എന്നെ ഒരു കോഫി കുടിക്കാൻ വിളിച്ചു. ആ കോഫിയുടെ പേര് കേൾക്കുമ്പോൾ നികേഷ് പറയും അതെന്താ വില കൂടിയ കോഫിയല്ലേ? സ്ഥലത്തിൻ്റെ പേരും കൂടി കേൾക്കുമ്പോൾ സുധീഷ് പറയും അത് കപ്പിൾസിൻ്റെ സ്ഥലമാണല്ലോ, ഇയാളെന്തിനാ തന്നെ അങ്ങോട്ട് വിളിച്ചത്? വൃത്തികെട്ടവൻ. നിധി പറയും എൻ്റെ ബോസല്ലേ അതുകൊണ്ട് വിളിച്ചു. എന്നിട്ട് എടുത്തി പോയോ? ഇല്ലടാ ഇന്ന് പോകാൻ പറ്റില്ല, എന്തായാലും ഒരു ദിവസം പോകണം. സുധീഷ് പറയും എന്നെ ഓരോ പരിപാടിക്ക് വിളിക്കാൻ എനിക്കും ആൾക്കാരുണ്ട്, ഇന്ന് ഗായത്രിയുടെ പിറന്നാളാ, എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, സമയമായി. സുധീഷ് അവിടുന്ന് ഡ്രസ്സ് മാറ്റാൻ പോവാണ്. നികേഷ് പറയും ചുമ്മാ പറയാം ഏടത്തിയെ ചൂടാക്കാൻ. നിധി പറയും അയാളെ ഇങ്ങോട്ട് പോയാലേ എനിക്കെന്താ, എനിക്കൊരു പ്രശ്നമില്ല. അതും പറഞ്ഞ് നിധി അവിടെ നിന്ന് എണീറ്റ് പോകും. സുധീഷ് കുറേ ഡ്രസ്സുമായിട്ട് നികേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. എടാ നികേഷേ, ഇതിലേതാടാ നല്ല ഡ്രസ്സ്? നികേഷ് ഒന്നും വേണ്ടില്ല, ഓ നിനക്ക് അസൂയ. നിധി 2 കോഫിയായിട്ട് വരികയാണ്, ഒന്ന് നികേഷിന് കൊടുക്കും. നിധി അവിടെ ഇരുന്ന് കോഫി കുടിക്കുമ്പോൾ സുധീഷ് ഡ്രസ്സ് മാറി വരികയാണ്. എന്നിട്ട് പവിഴമല്ലി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കും. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങും. സുധീഷ് ഗായത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുധീഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗായത്രി. സുധീഷിനെ കൈയും പിടിച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുധീഷിനാണെങ്കിൽ മറുപടിയായിട്ട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. എല്ലാവരും പറയും എന്നാൽ കേക്ക് മുറിക്കാം. സുധീഷ് പറയും കയ്യിൽ നിന്ന് വിട്ടാലല്ലേ ഗായത്രിക്ക് കേക്ക് മുറിക്കാൻ പറ്റൂ. കൈ വിടുമ്പോഴേക്കും സുധീഷ് ഒന്ന് പിറകിലോട്ട് നിൽക്കും. ഫ്രണ്ട്സൊക്കെ പറയും ഗായത്രിയുടെ അടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് സുധീഷിനെ പിന്നെ അടുത്തേക്ക് ആക്കുകയാണ്. ഗായത്രി കേക്ക് മുറിച്ച് സുധീഷിനൊരു കഷ്ണം കൊടുക്കും. സുധീഷിനോട് തിരിച്ചു കൊടുക്കാനും പറയും. അത് കൊടുത്തു കഴിയുമ്പോൾ ഗായത്രി വയ്ക്കും എവിടെ എൻ്റെ ഗിഫ്റ്റ് എവിടെ? സുധീഷിൻ്റെ കയ്യിലാണെങ്കിൽ ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല. സുധീഷ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ പേസിൽ നിന്ന് ഒരു റോസാപ്പൂ എടുത്ത് ഗായത്രിക്ക് കൊടുക്കുകയാണ്. ഗായത്രിക്ക് അത് സന്തോഷമാവും. ഗായത്രി പറയും ഈ പനിനീർപ്പൂവിനേക്കാളും സുന്ദരമായിട്ടൊരു ഗിഫ്റ്റും ഇല്ലല്ലോ. സുധീഷ് ഇങ്ങനെ മനസ്സ് പറയും അയ്യോ അത് വേണ്ടായിരുന്നു.